പ്രിയമുള്ളവരെ, സാമ്പത്തികമായി സഹായിക്കുന്നത് മാത്രം ഒരു സഹായമായി നമ്മൾ കരുതരുത്. സമ്പത്തില്ലാതെ നമുക്ക് മറ്റുള്ളവരെ സഹായിക്കാൻ സാധിക്കും. അത് നമ്മൾ മറ്റുള്ളവരെ കേൾക്കുക എന്നതാണ്. ഒരു വ്യക്തി അയാൾ പറയുന്നത് ആത്മാർത്ഥമായി മനസ്സ് തുറന്ന് കേൾക്കുന്നത് ഏറ്റവും വലിയ സഹായകമാണ്. പ്രിയമുള്ളവരെ, ജോലി സ്ഥലത്ത്, നമ്മുടെ ബിസിനസ് മേഖലയിൽ പലരും അവരുടെ ദുഃഖങ്ങളും വേദനകളും നമ്മോട് പറയുമ്പോൾ നമ്മൾ എന്ത് പറയും? സാരമില്ല, പോട്ടെ എന്നൊക്കെ നമ്മൾ പറഞ്ഞ് അവരെ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ അത് നമ്മൾ നൽകുന്ന ഒരു പൂർണ്ണമായ ആശ്വാസമല്ല. ചിലപ്പോൾ നമ്മുടെ സൊല്യൂഷൻ അവർക്ക് വേണ്ട, എന്നാൽ കേട്ടിരിക്കാൻ ഒരു വ്യക്തി മാത്രം മതി. നമ്മുടെ വീടുകളിൽ നമ്മുടെ മാതാപിതാക്കൾ ഉണ്ടാകും, നമ്മുടെ അപ്പച്ചനും അമ്മുമ്മയും ഉണ്ടാകും, ഒറ്റപ്പെട്ട വ്യക്തികളുണ്ടാവും, നമ്മുടെ സമൂഹത്ത് ചുറ്റുപാടും ഒത്തിരി വ്യക്തികളുണ്ടാവും. അവരെ ഒന്ന് കേട്ടിരിക്കുവാനുള്ള ഒരു മനസ്സ് നമുക്കുണ്ടായി കഴിഞ്ഞാൽ അത് ഏറ്റവും വലിയ സഹായമാണ്. സാമ്പത്തികമായി നമ്മൾ സഹായിക്കുന്നത് പോലെ തന്നെ ഇതും ഒരു വലിയ സഹായമാണ്. പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ വചനം ഇതിനെപ്പറ്റി എന്താണ് പറയുന്നതെന്ന് നമുക്ക് നോക്കാം. യാക്കോബ് 1-ാം അധ്യായം 19-ാം തിരുവചനം: നിങ്ങൾ കേൾക്കുന്നതിൽ സന്നദ്ധതയുള്ളവരും സംസാരിക്കുന്നതിൽ തിടുക്കം കൂട്ടാത്തവരും ആയിരിക്കണം. വചനം പഠിപ്പിക്കുകയാണ്, കേൾക്കുന്നതിൽ സന്നദ്ധതയുണ്ടാവണം, സംസാരിക്കുന്നതിൽ തിടുക്കം കൂട്ടരുത് എന്നാണ് വചനം പഠിപ്പിക്കുന്നത്. പ്രിയമുള്ളവരെ, ഈ വചനം നമുക്ക് ഫോളോ ചെയ്യാം. അങ്ങനെ ഒരു നല്ല ലീഡർഷിപ്പും നല്ലൊരു പേഴ്സണാലിറ്റിയും നമുക്ക് ബിൽഡ് ചെയ്തെടുക്കാം. ആമേൻ.